നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏയ് വേണ്ട അങ്കിൾ, ഡോക്ടറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ ഇഞ്ചക്ഷനാണ് ഞാനിപ്പോൾ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണം വേണമെന്നൊന്നും ഇല്ലെങ്കിലേ ദഹനക്കേട് കൊണ്ടും ഉണ്ടാവും. ഇപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മേ? ഇല്ല മോനെ, സത്യം പറഞ്ഞ എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും ആന്റി ഇന്നിനി ഒന്നും കഴിക്കണ്ട. അല്ല, കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഓട്സ് കഴിക്കാല്ലേ? ശരി മോളെ. മനസ്സാ, നീ ആന്റിയോടൊപ്പം ഉണ്ടാവണം. ഇനിയും വോമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. ഞാനിവിടെ ഉണ്ടാവും മോളെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഞാൻ വിളിക്കാം. എന്നാ പിന്നെ ആന്റി റെസ്റ്റ് എടുക്കട്ടെ. സൂര്യ വാ. അങ്കിളെ, ഞാൻ അപ്പുറത്തുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മോളെ മുറിയിലേക്ക് വയ്ക്കൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ പറയാം. ശരി അങ്കിൾ, ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ശരി. ദേവേട്ട, എനിക്ക് പല പല ചിന്തകൾ വരുന്നു. എന്ത് സംഭവിക്കാൻ പോകുന്ന പോലെ. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാൻ പോകണ്ട. നിനക്കൊന്നും സംഭവിക്കില്ല. നീ കണ്ടോ, നിനക്കൊരാവശ്യം വന്നപ്പോൾ ഭാവന എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന്. അവളെ നല്ലവളാണ് ചേ. ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറാൻ അവൾക്കറിയില്ല. ശരിയാ ദേവേട്ട, അവള് പഴയ ഭാവന തന്നെ ഇപ്പോഴും. നിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു രോഗമാണല്ലോ ഈശ്വരൻ നിനക്കായി കരുതി വെച്ചത്. ഈശ്വരൻ തന്ന സ്വീകരിച്ചല്ലേ പറ്റൂ ദേവേട്ട. ഇനി വരും പോലെ വരട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാൻ. ദേവേട്ടൻ ഒരിക്കലും വിഷമിക്കുകയോ ഒരിടത്ത് മാറി നിൽക്കുകയോ ചെയ്യരുത്. അതെനിക്ക് കൂടുതൽ വിഷമാവും. ഞാൻ നിന്റെ അടുക്ക തന്നെ ഉണ്ടാവും. വിഷമിക്കാതിരിക്കുക. സൂര്യ, ഇനി എത്രയും വേഗം ആന്റിയെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോകണം. കുറച്ച് ആയുർവേദ മെഡിസിൻസ് ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഉന്മേഷമൊക്കെ കിട്ടും. സ്വാമിജി 2 ദിവസത്തിനുള്ളിൽ വരും ഭാവന. വന്നാലുടനെ നമുക്ക് കൊണ്ടുപോകാം. ഞാനും മാനസയും മാറി മാറി ഇരുന്നോളാം. അവിടെ കൂട്ടിനാരെങ്കിലും വേണ്ടേ? ആന്റിയുടെ അസുഖത്തിന് നമ്മളിൽ ആരെങ്കിലും ഒരാൾ വേണം. വേണം ഭാവന. അല്ലെങ്കിലും അമ്മയ്ക്കൊരു അസുഖം വന്നാൽ ആരെങ്കിലും അടുത്തുണ്ടാവണം. അത് പണ്ടേ ഉള്ള ശീലമാണ്. അതെനിക്കറിയില്ലേ സൂര്യ. അമ്മയെക്കാളും എനിക്കിപ്പോൾ പേടി അച്ഛൻ്റെ കാര്യത്തിലാണ്. അച്ഛനിങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. ആ മനസ്സ് എത്രമാത്രം കരയുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് പിന്നെ കാണാതിരിക്കുമോ സൂര്യ? നിനക്ക് എന്തെങ്കിലും വന്നാൽ എനിക്കത് സഹിക്കൂ. എനിക്കെന്തെങ്കിലും വന്നാൽ അത് നിനക്ക് സഹിക്കൂ. അതുപോലെ തന്നെ ഇതും. അമ്മ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാനും ആകെ വല്ലാതായിപ്പോയി ഭാവന. അപ്പൊ സൂര്യ നേരിട്ട് കണ്ടിരുന്നെങ്കിലോ? ഇതുപോലുള്ള അസുഖങ്ങൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാ സൂര്യ. ആന്റിക്ക് ഇപ്പോഴാ ശരിക്കും റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും സർജറി ചെയ്യേണ്ട കേസായത്. പക്ഷേ ആന്റിയുടെ സമ്മതമില്ലാതെ പറ്റില്ലല്ലോ. അതിപ്പോ ഡോക്ടർ വ്യക്തമായൊരു ഗ്യാരണ്ടി പറയാതെ എങ്ങനെയാ ഓപ്പറേഷന് സമ്മതിക്കുന്നത്? സൂര്യ, ഇതുപോലുള്ള ഒരു സർജറിക്കും വ്യക്തമായൊരു ഗ്യാരണ്ടി പറയാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ടാ അവർ ബന്ധുക്കളുടെ കൺസെന്റ് വാങ്ങിക്കുന്നത്. ആന്റിക്കറിയാം സർജറി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന്. അതുകൊണ്ടാവും ആന്റി സർജറി വേണ്ടെന്ന് വാശി പിടിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനൊക്കും ഭാവന? ഇന്നമ്മ വൊമിറ്റ് ചെയ്ത് കൂടി കണ്ടപ്പോ അച്ഛൻ ആകെ പതറിയിരിക്കുക. ഇനി വല്ല BP മറ്റോ കൂടുമെന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല സൂര്യ. ഇനി നീയും കൂടി വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കല്ലേ. സമയം കിട്ടുമ്പോഴൊക്കെ ആന്റിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ നോക്കണം. അത് ആന്റിയെ മാനസികമായിട്ടും ഒരുപാട് സന്തോഷിപ്പിക്കും. ഒരാളുടെ മനസ്സാ സൂര്യ അവരുടെ യഥാർത്ഥ ആരോഗ്യം. മനസ്സ് സന്തോഷമായിട്ടിരുന്ന അവരുടെ ബോഡിയിലും ആ മാറ്റം കാണും. ഒരു കണക്കിന് താനിവിടെ ഉള്ളത് എത്ര നന്നായി ഭാവന.
ഒന്നുമില്ലെങ്കിലും ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എനിക്കറിയാം സൂര്യ, ആരെക്കാളും കൂടുതൽ സൂര്യയുടെ മനസ്സിപ്പോൾ വേദനിക്കുന്നുണ്ട്. സൂര്യ ധൈര്യമായിട്ടിരിക്കുക. അത്ര പെട്ടെന്നൊന്നും ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? എന്തായാലും ആന്റി വോമിറ്റ് ചെയ്ത വിവരം ഞാൻ ഹരിപ്രസാദ് ഡോക്ടറെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഡോക്ടർ കൊണ്ടുപോകാൻ പറയുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ ഭാവന, ഒന്ന് കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയാണ്. BP ഒക്കെ നോക്കാമല്ലോ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഡോക്ടറെ ഞാനൊന്ന് വിളിക്കാം. ഇപ്പൊ വേണ്ട ഗായത്രി, അവിടെ വെച്ചോ, ഞാൻ പിന്നീട് കഴിച്ചോളാം. അകത്തൊരുപാട് ജോലിയുള്ളതല്ലേ. ചെല്ലേ. സാരമില്ല എടുത്തി. 2 ദിവസത്തേക്ക് കൈ അധികം അനക്കണ്ട. കഞ്ഞി കുടിക്കുക. മായേ, ഈ അമ്മയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. അസുഖം മാറി പുറത്തിറങ്ങിയിട്ട് ഇതുവരെ കിട്ടിയേണ്ട അപ്പുറമായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത്. അമ്മേ, ഇതാ വരും. ഇച്ചിരി അതോടെ വെച്ചാൽ എന്നോട് ക്ഷമിക്കുക ഗായത്രി. ഞാൻ എന്തൊക്കെ നിന്നോടും ഭാവനയോടും പറഞ്ഞിട്ടുണ്ട്. അവസാനം നിങ്ങളെ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്താ ഏട്ടത്തി ഇത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ? ദേ കരയല്ലേ? ഇന്ന് ഏട്ടത്തിക്കാണെങ്കിൽ നാളെ എനിക്കായിരിക്കും. ദേ കൂടുതൽ മനസ്സിട്ട് വിഷമിപ്പിക്കാതെ സന്തോഷമായിട്ടിരിക്കുക. ഇത് കഴിക്കുക. മാമി പറഞ്ഞതൊക്കെ ഹൃദയത്തിൽ തട്ടിയാണെങ്കിൽ സന്തോഷം. കാരണം എനിക്കിപ്പോഴും ആ പഴയ മാമിയാ മനസ്സിൽ. അതെ മായേ, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷ എനിക്കിപ്പോ കിട്ടിയത്. മായേ, ഇല്ല ഇല്ല ഒന്നുമില്ല. മാമി മാമി അധികം സംസാരിക്കണ്ട, ഇപ്പൊ കഴിക്കേ. കഴിക്കട്ടെ. ഏട്ടൻ എവിടെ പോയതായിട്ട് തീ? ആ ദുഷ്ടൻ രാമഭദ്രന്റെ കയ്യിൽ നിന്നും ഞങ്ങളുടെ വീട് തിരിച്ചു വാങ്ങണ്ട ഗായത്രി. പോലീസിലൊരു പരാതി കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിനാരെയോ കാണാൻ പോയതാ. എന്നാലും ഇതുപോലൊരു മണ്ണത്തിന് ആരെങ്കിലും കാണിക്കുമോ മാമി? ഒന്നാമതേ തട്ടിപ്പിന്റെ കാലമാ. ഒരു നിലവാരമില്ലാത്ത കമ്പനിയിൽ കാശ് നിക്ഷേപിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയാ? ആരോട് പറയാനാ മായ? ഒടുവില് ഞാനും വിശ്വസിച്ചു പോയി. ആദ്യം കുറച്ച് കാശ് കൃത്യമായിട്ട് കിട്ടിയപ്പം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അവസാനം കോടികളും കൊണ്ട് അവര് മുങ്ങിയത് നോക്കിക്കും. അവരൊക്കെ അനുഭവിക്കും. പാപികളെ ദൈവം പന പോലെ വളർത്തും ഏട്ടത്തി. പോയത് പോട്ടെ. ഇനിയെങ്കിലും ആലോചിച്ചും കണ്ടും ഓരോന്ന് ചെയ്യണമെന്ന് ഏട്ടനോട് പറയാ. ഇതങ്ങനെ പോയെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല ഗായത്രി. ഞങ്ങളുടെ വീടിന്റെ ആധാരം പണയം വെച്ച കാശ പോയത്. ആ രാമഭദ്രന്റെ കയ്യില വീടിന്റെ ആധാരവും ഒപ്പിട്ട പത്രങ്ങളും എല്ലാം. അപ്പൊ ചുമ്മാതല്ല അയാൾ അവിടെ കയറി താമസിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഏതോ ഒരു അഡ്വക്കേറ്റ് കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും. എന്നാ പിന്നെ പേടിക്കാനൊന്നുമില്ല മാമി. വക്കീലന്മാര് വിചാരിച്ച വകുപ്പുണ്ടാക്കാനാണോ പ്രയാസം?